നമ്മുടെ നെറ്റ്വർക്ക്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് P2P, അതായത് പീർ ടു പീർ ആർക്കിടെക്ചേഴ്സ്. അപ്പോൾ അതിന് ഡിഫറൻസ് ഉണ്ട്. ഇത് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഏതാണ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഏതാണ്? ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഈസ് എ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ. സെൻട്രലൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ ക്ലയൻറ്റ്സ് ഉണ്ടാവും, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, PC. ദെൻ ഇൻ്റർനെറ്റിലൂടെ വൺ സർവറിൽ നിന്ന് ഡാറ്റാസ് വരും. അതാണ് സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചേഴ്സ്, ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചേഴ്സ്. ദെൻ പീർ ടു പീർ മീൻസ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. സിസ്റ്റത്തിനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നോഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യിക്കും. അപ്പോൾ ഈച്ച് നോഡ് ഹാസ് ക്ലയൻറ്റും സെർവറുമാണ്. ഓരോ നോഡും ക്ലയൻറ്റും സെർവറുമാണ്. ദെൻ ഇതിൽ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിനകത്ത് സർവീസസ് ടു പ്രൊവൈഡ് ഓൾ ക്ലയൻറ്റ്സ് ആണ്. ദെൻ പീർ ടു പീർ ആർക്കിടെക്ചറിനകത്ത് ഓരോ നോഡ് എന്തായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്? ക്ലയൻറ്റും സെർവറുമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയാറുണ്ട് P2P, അല്ലേ? പീർ ടു പി ആർക്കിടെക്ചർ എന്ന് പറയാറുണ്ട്. അപ്പോൾ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവറാണ്. ഡീസെൻട്രലൈസ്ഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഏതാണ്? പീർ ടു പീർ ആർക്കിടെക്ചർ.